മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് വന്നത്. കരുണാകരൻ അത്രയ്ക്കും കോൺഗ്രസ് മടുത്തിരുന്നു. കോൺഗ്രസിലാകട്ടെ കെ മുരളീധരന് നീതി ലഭിക്കുന്നുമില്ല. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, കെ കരുണാകരൻ്റെ കേരളം കണ്ട ആ ലീഡറുടെ മകൾ തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലാണ്. ഇതോടെ കോൺഗ്രസിനുള്ളിലെ പതനം എത്ര കണ്ട് വലുതാണെന്ന് പത്മജ തന്നെ ചൂണ്ടിക്കാണിച്ചു തരേണ്ട അവസ്ഥയും വന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് പത്മജ തൻ്റെ സഹോദരനും വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഒറ്റുകാർ ഒപ്പം തന്നെയുണ്ട്, കോൺഗ്രസിൽ സൂക്ഷിക്കണമെന്ന്. ഇപ്പോൾ കോൺഗ്രസിലെ അധികായനായിരുന്ന കരുണാകരന് അത്രയ്ക്കും കോൺഗ്രസ് മടുത്തിരുന്നെന്ന് പത്മജ പറയുമ്പോൾ അതിൽ നിറയെ യാഥാർത്ഥ്യങ്ങളാണ്. മുമ്പ് പാർട്ടി പിളർന്നപ്പോൾ അച്ഛൻ ഒരിക്കലും ചേരില്ല എന്ന് വിചാരിച്ച് LDFുമായി ചേർന്നിട്ടുണ്ട്. അച്ഛൻ്റെ കാര്യം പ്രവചിക്കാനൊക്കില്ല, രാഷ്ട്രീയമാണ്. പക്ഷേ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം BJPയിലേക്ക് വന്നനെ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അച്ഛൻ്റെ അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പമുണ്ട്. കഴിഞ്ഞ തവണ കൈപ്പത്തി ചിഹ്നത്തിലാണ് താൻ തൃശ്ശൂരിൽ മത്സരിച്ചത്. ഇത്തവണ പക്ഷേ അത് താമര ചിഹ്നത്തിലാണ്. BJP പ്രവർത്തകർ എല്ലാം നോക്കിക്കൊള്ളും. കോൺഗ്രസും BJPയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കോൺഗ്രസിലെ തമ്മിലടി തീർക്കൽ തന്നെ വലിയ പാടാണ്. BJPയിലാകട്ടെ വലിയ ടെൻഷനില്ല. പ്രവർത്തകർ പറയുന്ന വഴിയിൽ പോയാൽ മതി, നമ്മളൊന്നും അറിയണ്ട, അവരെല്ലാം നോക്കിക്കൊള്ളും. ടെൻഷനില്ലാതെ കിടന്നുറങ്ങാം. രാഷ്ട്രീയവും വ്യക്തിപരവുമായ കാര്യങ്ങൾ രണ്ടാണ്. പാർട്ടി ജയിക്കണം എന്നതാണ് ആഗ്രഹം, എന്നാൽ സഹോദരൻ തോൽക്കണമെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ. കോൺഗ്രസിൽ കെ മുരളീധരന് നീതി ലഭിക്കുന്നേയില്ല. അച്ഛനും മുരളീധരനും പാർട്ടി വിട്ടപ്പോഴും പാർട്ടിയിൽ ഉറച്ചു നിന്നയാളാണ് ഞാൻ. എന്നാൽ പിന്നീടും കോൺഗ്രസ് ദ്രോഹിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നും ഇനി അത് നടക്കില്ല. അന്നേ തീരുമാനമെടുത്തതാണ് ഈ മടുത്ത കോൺഗ്രസിൽ നിന്നും പുറത്തു പോകണമെന്ന്. എന്തായാലും താനിപ്പോൾ വന്നിരിക്കുന്നത് BJPയിലേക്കാണ്. 1-2 മാസമൊന്നുമല്ല, താൻ വന്നിട്ട് ഏറെക്കാലമായി. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ, BJP പ്രവർത്തകർ തന്നോട് നൽകുന്ന ആ സ്നേഹത്തിൽ, തന്നോട് കാട്ടുന്ന ആ പിന്തുണയിൽ എല്ലാം തനിക്കേറെ സംതൃപ്തിയുണ്ട്. പിന്നെ തൃശ്ശൂരിലെ കാര്യം, തൃശ്ശൂരിൽ ഇത്തവണ താമര വിരിയിച്ചിരിക്കും. 2ാം തവണ. അതാദ്യം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയാണെങ്കിൽ ഇപ്പോഴിതാ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ താനാകുമത് ചെയ്യുക. ഇതാണ് പത്മജ വേണുഗോപാലിൻ്റെ ഉറച്ച വാക്കുകൾ. എന്തായാലും ആടിയാടി നിൽക്കുന്ന തൃശ്ശൂരിലെ കോൺഗ്രസ് വോട്ടുകൾക്ക് ഒരു ഉപദേശം കൂടിയാണ് പത്മജ വേണുഗോപാലിൻ്റെ ഈ വാക്കുകൾ. ലീഡർ വഴിയെ BJPയിലേക്ക് വോട്ടുകൾ പോരട്ടെ എന്നാണ് പത്മജ ഇപ്പോൾ വളരെ വ്യക്തമായി തുറന്നു തന്നെ തൃശ്ശൂരിലെ വോട്ടർമാരോട് പറയുന്നത്.